ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനമായി ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിൽ ഉള്ളിൽ ഉണ്ടാവും. കേരള സംസ്ഥാനത്ത് ശബരിമല വിഷയം ആഞ്ഞടിച്ചിട്ടുണ്ട്. ഈ കേരള നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് 3 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിരിയിക്കുവാനുള്ള സാഹചര്യം സംജാതമായത്.
ഞാൻ എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയത് 20 കൊല്ലം മുമ്പെയാണ്. എൻ്റെ 20 കൊല്ലത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സന്തോഷകരമായ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നാണ്. അത് ഞാൻ ജയിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്ന ഒരു കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തന്ന് 3 MLA-മാരെ ജയിപ്പിച്ച് ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഇലക്ഷൻ. ഞാൻ ഈ ഇലക്ഷന്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. അത് ഇന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് നടന്നത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത്, CPM തുടരും എന്ന് പറയുന്ന കാലത്ത് 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പാർട്ടിയും പറഞ്ഞ കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനമായി ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ആ ആന്റി ഇൻകംബൻസി വോട്ട് ഞങ്ങൾക്കും കിട്ടി, കോൺഗ്രസിനും കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ത്രിപുരയിൽ വെസ്റ്റ് ബംഗാളിലെല്ലാം നടന്ന പോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു മാർക്സിസ്റ്റ് CPM-ന്റെ ഭരണശൈലിന്റെ ഒരു ലാസ്റ്റ് ഫേസ് ആണ് ഈ ഇലക്ഷന്റെ ഒരു വലിയ മെസ്സേജ്. പിന്നെ ഈ 5 ഇലക്ഷൻ നമ്മൾ നോക്കിയാൽ അതിന് എന്തെങ്കിലും ഒരു പഠനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ, ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, കേരളം 3 സ്ഥലത്ത് ഇന്ത്യ അലയൻസ് ആയിരുന്നു ഭരിച്ചത്. ആ 3 സ്ഥലത്തും DMK ആണോ TMC ആണോ CPM ആണോ ജനങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം NDA-ന്റെ ഭരണശൈലിയും NDA-ന്റെ ഭരണവും NDA-ന്റെ വികസനവും നടപ്പിലാക്കുന്ന ആസാമും പുതുച്ചേരിയിൽ ഒരു പ്രോ ഇൻകംബൻസി മാൻഡേറ്റ് അവിടുത്തെ NDA സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഇന്ന് ഞാൻ പറയുന്നില്ല. നാളെ ഞാൻ ഇതിനെക്കുറിച്ച് ഞാനും ഗോകുമാർജിയും P. മുരളീധരൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും, അതിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ഇന്ന് അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിന്റെ ഒരു റോൾ ആരും നടപ്പിലാക്കിയില്ല, ആരും ചെയ്തില്ല. 10 കൊല്ലം ശബരിമല കൊള്ള നടക്കുമ്പോൾ, ജനങ്ങളുടെ ദ്രോഹം നടക്കുമ്പോൾ പറയാനും ചെയ്യാനും അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്നു. അവർ മൗനം പാലിച്ചു.
അതിൽ വലിയ മാറ്റം ഇനി വരും. 3 MLA-മാരുണ്ടാവും. ജനങ്ങൾ ഓരോരോ പ്രശ്നങ്ങളെ കുറിച്ച് ഉയർത്തി സംസാരിക്കാനും മുമ്പോട്ട് വെച്ച് സംസ്ഥാന സർക്കാർ അതിനെ പരിഹരിക്കാൻ അതിന് പിന്നിൽ നടക്കാൻ 3 MLA-മാരുണ്ടാവും, BJP NDA. അത് മാത്രമല്ല, ഇനി ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിൽ ഉള്ളിൽ ഉണ്ടാവും. അത് ഒരു വലിയ മാറ്റമായിരിക്കും. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ പുറത്തുനിന്ന് ഇതുവരെ ചെയ്തു. ഇനി അസംബ്ലിയിൽ കയറി അവിടെ ഇരുന്ന് അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇന്ന് ഈ വിജയം ഇത് എൻ്റെ വിജയമോ ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ ഒരു വിജയം മാത്രമല്ല, ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം ഞങ്ങളെ ഓരോരോ പ്രവർത്തകർ രാപകൽ അധ്വാനിച്ച് ഈ ഒരു മാൻഡേറ്റ് ഈ ഇലക്ഷന് വേണ്ടി അധ്വാനിച്ച ഓരോരോ പ്രവർത്തകരും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇത്തവണ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. 3 ഇപ്പോ BJP വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളിടത്തിലൊക്കെ വലിയ വോട്ട് നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും പലരും പറഞ്ഞല്ലോ ഇരട്ടത്താഴിട്ട പൂട്ടി എന്നൊക്കെ. ഒരു സീറ്റ് പോലും പിടിക്കില്ലാതെ പലരും വെല്ലുവിളിച്ചല്ലോ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇതിപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബംഗാളില് 2011 ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നു. 2016 ആയപ്പോൾ അത് 3 സീറ്റായി. 2021 ആയപ്പോൾ അത് 77 സീറ്റായി. ഇന്നിപ്പോ 192 സീറ്റുമായി ഇന്ന് ബംഗാളിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പാർട്ടി. തീർച്ചയായിട്ടും അതേ ഒരു മാറ്റം. എവിടെയാണോ CPM നശിക്കുന്നത് അവിടെ BJP ജയിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് CPM-ന് BJP-യെ പേടി. BJP-യുടെ വളർച്ചയ്ക്ക് എങ്ങനെയൊക്കെ തടയിടാം അങ്ങനെയൊക്കെ തടയിട്ടുകൊണ്ട് കഴിഞ്ഞ കാലാംശങ്ങളിൽ അവിടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിന്റെ പരിമിത ഫലമാണ് തീർച്ചയായിട്ടും ഈ കേരളത്തില് 3 താമരകൾ വിരിയുവാനുള്ള തിരുവനന്തപുരത്ത് നമ്മുടെ നഗരസഭാ പരിധിയിൽ 2 താമരയാണ് ഞങ്ങൾക്ക് വിരിയിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. മാറ്റം അനിവാര്യമാണ്. മാറാത്തത് മാറുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് പറഞ്ഞത് തീർച്ചയായും അക്ഷരം പ്രതി ഈ കേരള നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് 3 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിരിയിക്കുവാനുള്ള സാഹചര്യം സംജാതമായത്. തിരുവനന്തപുരത്ത് വിരിഞ്ഞിരിക്കുന്ന 2 താമരകൾ, 2 സ്ഥലം എന്ന് പറയുന്നത് വളരെ സുപ്രധാനപ്പെട്ടതാണ്. ഒന്ന് നേമമാണ്, അതായത് ത്രികോണ മത്സരമാണ്. രണ്ടാമത്തേത് കഴക്കൂട്ടത്ത് നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംശയ വിധേയനായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ രാഷ്ട്രീയ സാഹചര്യം BJP-ക്ക് അനുകൂലമാണ്. രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായി താമര വിരിയിച്ചത് നേമത്ത് തന്നെയായിരുന്നു. കേരള സംസ്ഥാനത്ത് ആദ്യത്തെ താമര വിരിഞ്ഞത് നേമത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം അനന്തപത്മനാഭന്റെ തിരുമുറ്റം തീർച്ചയായിട്ടും താമരയ്ക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ 2 താമരകൾ വിരിയുവാനുള്ളത്. അത് ആരുടെയും കഴിവുകേടിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. BJP ഇനി ഇവിടെ ഈ കേരളത്തിൽ അനിവാര്യമാണ്. BJP-ക്ക് ഇനി സീറ്റുകൾ ഈ കേരളത്തിൽ ഉണ്ടാകണം. അതിന് ഉണ്ടാകേണ്ട സാഹചര്യം അത് തിരുവനന്തപുരത്ത് തന്നെ ആകട്ടെ എന്ന് ജനങ്ങൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ താമര വിരിഞ്ഞത്. അല്ലാതെ ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞോ കുറവുകൾ പറഞ്ഞോ നേടിയെടുത്ത ഒരു വിജയമല്ല ഈ വിജയം. ഇത് രാഷ്ട്രീയപരമായി BJP-ക്ക് കിട്ടാവുന്ന ഒരു വിജയം തന്നെയാണ് ഇവിടെ വിജയിക്കുവാൻ നമുക്ക് സാധിച്ചത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിട്ട് മാറിയിട്ടില്ല എന്നാണ്. ശബരിമല കൊള്ളക്കൊള്ളക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഈ കേരള സംസ്ഥാനത്ത് ശബരിമല വിഷയം ആഞ്ഞടിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേരള സംസ്ഥാനത്തെ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോൾ ഈ
ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി, ഇപ്പൊ നരേന്ദ്രമോദിജി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായ സാഹചര്യം, നരേന്ദ്രമോദി ഭരിക്കണമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള മറ്റുള്ളവർ ഭരിക്കണമോ, അതാണ് അവിടുത്തെ ചിന്ത. ഇത് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന സമയത്ത് കേരള സംസ്ഥാനത്ത് UDF-ന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായിട്ടും ശബരിമല വിഷയം BJP-ക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരു താമര പോലും ഇല്ലാത്തടത്ത് 3 താമര ഞങ്ങൾ വിരിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 3 താമരകൾ വിരിയുമ്പോൾ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായി ഈ കേരള സംസ്ഥാനത്ത് മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് രാഷ്ട്രീയപരമായി ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും അത് BJP-ക്ക് അനുകൂലമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, BJP മനസ്സിലാക്കുന്നത്.